ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓശാന ഞായർ, പാം സൺഡേ ഓഫ് ദ പാഷൻ ഓഫ് ദ ലോർഡ്. അങ്ങനെയാണ് ലത്തീൻ സഭയിൽ ഈ ആഴ്ച അറിയപ്പെടുന്നത്. 2024 മാർച്ച് 24 മുതലുള്ള ആഴ്ച കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓശാന ഞായർ വെച്ച് തുടങ്ങുകയാണ്. ഈ ഞായറാഴ്ച പള്ളിയിൽ വായിക്കുക മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ അധ്യായം 47-ാം വാക്യം വരെയാണ്. അതായത് പീഡാനുഭവ രംഗം മുഴുവൻ. നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. തീയതികളും: AD 33 മാർച്ച് 29 അന്നത്തെ ഓശാന ഞായർ. AD ആനോ ഡോമിനി 33 വർഷം 33 മാർച്ച് മാസം 29-ാം തീയതിയായിരുന്നു അന്നത്തെ ഓശാന ഞായർ. ഇത്തവണ ഓശാന ഞായർ മാർച്ച് 24 വളരെ അടുത്ത് വരുന്നു. അതായത് പണ്ട് ശരിക്കും സംഭവിച്ച, ചരിത്രത്തിൽ നടന്ന ആ തീയതിയോട് വളരെ അടുത്ത് വരുന്ന ഒരു ദിവസമാണിത്. അന്ന് ഈ ഓശാന ഞായറാഴ്ച സംഭവിച്ചത് AD 33 മാർച്ച് 29 ഓശാന ഞായറാഴ്ച സംഭവിച്ചത് യേശു ജെറുസലേം നഗരത്തിലേക്ക് രാജാവായിട്ട് പ്രവേശിക്കുന്നു. പിന്നെ യേശു ബഥാനിയയിലേക്ക് തിരിച്ചു പോകുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. AD 33 മാർച്ച് 30 തിങ്കൾ. AD 33 മാർച്ച് 30 തിങ്കൾ. അന്ന് യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 19 വരെ വാക്യങ്ങൾ. AD 33 മാർച്ച് 31 ചൊവ്വ. അത്തിമരം ഉണങ്ങിപ്പോകുന്നതായിട്ട് അവർ കാണുന്നു. യഹൂദായിലെ 5 വിവാദങ്ങൾ യേശു യുഗാന്ത പ്രഭാഷണം നടത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 13-ാം അധ്യായം 37-ാം വാക്യം വരെ. AD 33 ഏപ്രിൽ 1 ബുധൻ ബഥാനിയയിലെ തൈലാഭിഷേകം. പിന്നെ ഒറ്റുകാരനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് യേശു നൽകുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. AD 33 ഏപ്രിൽ 2 വ്യാഴം പെസഹായ്ക്കുള്ള ഒരുക്കം, അന്ത്യവിരുന്ന്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഗെത്സമനിയിലെ പ്രാർത്ഥന, യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു, യഹൂദ വിചാരണ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 72 വരെ വാക്യങ്ങൾ. AD 33 ഏപ്രിൽ 3 വെള്ളി. AD 33 ഏപ്രിൽ 3 വെള്ളി, ദുഃഖവെള്ളി. പീലാത്തോസിന്റെ മുമ്പിൽ റോമൻ വിചാരണ, വിധി പ്രസ്താവം, യേശുവിനെ കുരിശിൽ ഏറ്റുന്നു, യേശു കുരിശിൽ മരിക്കുന്നു, യേശുവിനെ കബറടക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 47 വരെ വാക്യങ്ങൾ. AD 33 ഏപ്രിൽ 4 ശനി, യേശു കല്ലറയിൽ. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 42 മുതൽ 47 വരെ വാക്യങ്ങൾ. AD 33 ഏപ്രിൽ 5 ഞായർ, തിരുവുത്ഥാന ഞായർ, യേശുവിന് ഉത്ഥാനം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ഇതിൽ ഉത്ഥാനത്തിൻ്റെ ഒഴിച്ചുള്ള വായനകളാണ് ഈ ഞായറാഴ്ച വായിക്കുക. നമ്മളിപ്പോൾ ഇത് നോക്കിയാൽ AD 33 മാർച്ച് 29 നിന്ന് AD 33 ഏപ്രിൽ 5 തിരുവുത്ഥാന ഞായർ വരെ, ഓശാന ഞായർ മുതൽ തിരുവുത്ഥാന ഞായർ വരെ 8 ദിവസം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേസുസ് എന്ന വാക്കിന്, ഗ്രീക്ക് വാക്കിന്, അതിൻ്റെ സാംഖിക മൂല്യം, ഓരോ അക്ഷരത്തിനും സംഖ്യയുണ്ട്, മൂല്യമുണ്ട്. അത് കൂട്ടിയാൽ 888 എന്ന് കിട്ടും. യേസുസ് എന്ന ഗ്രീക്ക് വാക്ക്, യേശു എന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ സാംഖിക മൂല്യം, സംഖ്യാമൂല്യം 888 ഓശാന ഞായറിൽ നിന്ന് തിരുവുത്ഥാന ഞായറിലേക്ക് 8 ദിവസങ്ങളാണ്. അതായത് യേശുവിൻ്റെ സാംഖിക മൂല്യം, സൂപ്പർലേറ്റീവ്
8:8:8 അതിലേക്ക് എത്തുകയാണ്. യേശു ഓശാന ഞായറാഴ്ചയിൽ നിന്നും തിരുവുത്ഥാന ഞായറിലേക്ക് എത്തുന്നതോടുകൂടി അവൻ്റെ സാംഘിക മൂല്യത്തിന് തന്നെയും ഒരു പ്രസക്തി വരികയാണ്. 8 ദിവസത്തെ ഓശാന ഞായറാഴ്ചയിൽ നിന്ന് തിരുവുത്ഥാനത്തിലേക്കുള്ള യാത്ര, ആ 8 ദിവസത്തേത് യേശുവിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 8-ാം ദിവസമാണ് ഈ പീഡാനുഭവം തുടങ്ങുന്നതിൻ്റെ, ഓശാന ഞായറാഴ്ച പീഡാനുഭവം തുടങ്ങുന്നതിൻ്റെ 8-ാം ദിവസമാണ് അവൻ്റെ തിരുവുത്ഥാനം. അപ്പോൾ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു ആരാണ്, എന്താണ്, അവൻ നമുക്ക് വേണ്ടി ചെയ്തതൊക്കെ എന്താണ് എന്ന് വെളിപ്പെടുത്തുകയും അത് പേരിൻ്റെ സാംഘിക മൂല്യത്തിലൂടെ തന്നെ വെളിപ്പെടുകയുമാണ്. തീർന്നില്ല. ഇങ്ങനെ തിരിച്ചിരിക്കുന്ന ആ രീതി മർക്കോസ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മറ്റു കാര്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ദുഃഖവെള്ളിയാഴ്ചത്തെ സംഭവങ്ങൾ യാമങ്ങളായി തിരിച്ചിരിക്കുക. പീഡാനുഭവ ആ വാരത്തെ ദിവസങ്ങളിൽ ഓരോ ദിവസം സംഭവിച്ച കാര്യങ്ങൾ മർക്കോസ് പറയുന്നത് പോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചത്തെ കാര്യങ്ങൾ യാമങ്ങളായി തിരിച്ചിരിക്കുകയാണ്. പ്രഭാതം മർക്കോസ് 15:1 പുലർച്ചെ 6 മണിക്കാണ് പറയണേ. 3-ാം മണിക്കൂർ 15:25 മർക്കോസ് 15:25 രാവിലെ 9 മണി. 6-ാം മണിക്കൂർ 15:33 മർക്കോസ് 15:33 ഉച്ചയ്ക്ക് 12 മണി നട്ടുച്ച. 9-ാം മണിക്കൂർ 15:34 മർക്കോസ് 15:34 ഉച്ചതിരിഞ്ഞ് 3 മണി. പിന്നെ സായം സന്ധ്യ മർക്കോസ് 15:42, അതായത് 6 മണിക്ക് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് മുൻപ്. പെസഹ വ്യാഴാഴ്ച സംഭവങ്ങളും ഇതുപോലെ തന്നെ തിരിച്ചിട്ടുണ്ട് മർക്കോസ് വ്യക്തമായിട്ട്. സന്ധ്യ മർക്കോസ് 14:17, അർദ്ധരാത്രി മർക്കോസ് 14:30, കോഴി കൂവുന്ന സമയം 14:72. ഈ കോഴി കൂവൽ എന്ന് പറയുന്നത് കോഴി കൂവുന്നത് തന്നെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ പുലർച്ചെ ഉള്ള യാമത്തിന് പറയുന്ന പേരാണ് കോഴികൂവൽ. അതൊരു സാങ്കേതിക പേരാണ്. കോഴി കൂവുന്ന നേരം എന്ന് പറയുന്നത് കോഴി കൂവിയാലും കൂവിയില്ലെങ്കിലും പുലർച്ചെ 3 മണിക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ പുലർച്ചെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുമല്ലോ ഹിന്ദുക്കൾ, ആ പറയുന്ന മുഹൂർത്തത്തിന് പാലസ്തീനിൽ പറഞ്ഞിരുന്ന പേരാണ് കോഴി കൂവുന്ന നേരം. എല്ലാ സംവത്സരങ്ങളിലും സഭ ഈ ഓശാന ഞായർ മുതൽ ഈസ്റ്റർ ഞായർ വരെയുള്ള സംഭവങ്ങൾ ഓർക്കുകയും പുനരവതരിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ എന്താ പറയുക, അങ്ങേയറ്റം പരിശുദ്ധമായ പശ്ചാത്തലത്തിൽ. അങ്ങനെ ഈ ഓർമ്മയാചരണത്തിലൂടെ ഭൂതകാലത്തെ ആ സംഭവങ്ങളിലേക്ക് ഇന്ന് വർത്തമാനത്തിൽ ജീവിക്കുന്ന നമ്മൾ സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഭൂതകാല സംഭവത്തിലേക്ക് ഇന്ന് ജീവിക്കുന്ന നമുക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരേ ഒരു മാർഗത്തിനെയാണ് ലിറ്റേർജി എന്ന് പറയുന്നത്, ദൈവശുശ്രൂഷ എന്ന് പറയുന്നത്. ആ ദൈവശുശ്രൂഷയിലൂടെ മാത്രമാണ് ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ അത് പുനരവതരിപ്പിക്കുകയാണ്, ആവർത്തിക്കുകയല്ല പുനരവതരിപ്പിക്കുകയാണ് ലിറ്റർജിയിലൂടെ. അങ്ങനെ ഈ ചരിത്രത്തിൽ നടന്നത് ആവർത്തിക്കാൻ പറ്റില്ല, പക്ഷെ ചരിത്രത്തിൽ നടന്നത് ലിറ്റർജിയിലൂടെ പുനരവതരിപ്പിച്ച് ആ ഭൂതകാലത്തെ ചരിത്ര സംഭവത്തിലേക്ക് ഇന്ന് ജീവിക്കുന്ന നമുക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ പറ്റും. അത് പരിശുദ്ധമായ കർമ്മത്തിലൂടെ മാത്രമേ നടക്കൂ. അതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓശാന ഞായറാഴ്ചത്തെ വായന, അതായത് സുവിശേഷത്തിൽ വായിക്കുന്നത് കൂടാതെ ഓശാന ഞായറിൻ്റെ വായനയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. നമുക്ക് വചനം വായിച്ചിട്ട് അതിലെ 1-2 സന്ദേശങ്ങൾ മാത്രം നമുക്ക് ധ്യാനിക്കാം. മർക്കോസ് 11:1 മുതൽ. അവർ യെറൂസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫഗയിലും ബെഥാനിയായിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിച്ചാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ അതിനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. വളരെ പേർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. അവന് മുമ്പിലും പിമ്പിലും നടക്കുന്നവർ ആർത്തു വിളിച്ചു കൊണ്ടിരുന്നു, ഹോസാന,
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോസാന. എന്താണ് ഓശാന ഞായറാഴ്ച സംഭവിച്ചത്? അതിൻ്റെ അർത്ഥമെന്ത്? യേശു എന്തിനാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്? അവൻ്റെ യാത്ര നമ്മെ എങ്ങനെ ഇന്ന് ബാധിക്കും? ഈ യേശുവിനെയും അവൻ്റെ പ്രവൃത്തിയെയും ഗ്രഹിക്കാനുള്ള മാർഗം തിരുവെഴുത്തുകളാണ്. അതുകൊണ്ടാണ് പഴയ നിയമം മനസ്സിലായില്ലെങ്കിൽ പുതിയ നിയമം മനസ്സിലാക്കാൻ പ്രയാസമാണ്. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പഴയ നിയമവും ഗ്രഹിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൽ തിരുവെഴുത്തുകളാണ്. വരാനിരുന്ന യുഗാന്ത രാജാവിനെ കുറിച്ച് സക്രിയായുടെ ഗ്രന്ഥത്തിലുള്ളതാണ് ആദ്യത്തെ തിരുവെഴുത്ത്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, യെരൂസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സക്കറിയായുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ വായിച്ചത്. ദൈവം സർവ്വസൈന്യാധിപനായും രാജാവായും എഴുന്നള്ളി വരുന്നതിനെ കുറിച്ചാണ് ഈ പ്രവചനം. തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന പടക്കുതിരിയെ വിച്ഛേദിക്കാനും പടവില്ലിനെ ഒടിക്കാനും അങ്ങനെ യുദ്ധത്തിന് അറുതി വരുത്തി സമാധാനം സ്ഥാപിക്കാനും വരുന്ന ദൈവത്തിൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കുമെന്നും സക്കറിയ പറയുന്നുണ്ട്. സക്കറിയയുടെ പുസ്തകത്തിലെ പ്രവചനത്തിലെ 9-10. ഇപ്പോ യേശുവാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്വിതനായി കയറി സിയോനിലേക്ക് വരുന്നത്. സക്കറിയ പ്രവചിച്ച യുഗാന്ത രാജാവും ദൈവവും നസറേത്തിലെ യേശുവാണ്. സക്കറിയായുടെ പ്രവചനം അനുസരിച്ച്, തിരുവെഴുത്തനുസരിച്ച് ദൈവം കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വിനയാനന്ദനായി, പ്രതാപവാനും ജയശാലിയും ആണെങ്കിലും വിനയാനന്ദനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമെന്നാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത, ദൈവം ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു കഴുതക്കുട്ടി, ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. അങ്ങനെ വരുമെന്നാണ് സക്കറിയ പ്രവചിച്ചത്. അതങ്ങനെ തന്നെ യേശു നിവൃത്തിയാക്കുകയാണ്. അതായത് സക്കറിയ പ്രവചിച്ച രാജാവും ദൈവവും നസ്രത്തിലെ യേശുവാണ് എന്ന് പരസ്യമായി വിളംബരം ചെയ്യാണ്. ആ വിളംബരം ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ഈ ഭൗതികമായിട്ട് നോക്കിയാൽ വളരെ വലുതാ. കർത്താവിന് ജീവൻ തന്നെ നഷ്ടപ്പെടും. പക്ഷേ ആ വിളംബരം, പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന വിളംബരത്തിലൂടെയാണ് ഈ രാജാവ് ആരാണ്, എന്താണ്, ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുക എന്നൊക്കെ വെളിപ്പെടുന്നത്. അതൊക്കെ നമുക്ക് ഈ ആഴ്ചയിൽ കുറെ കൂടി ആഴത്തിൽ ധ്യാനിക്കാം. നമുക്കറിയാവുന്ന കാര്യം തന്നെ. അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. ഇത് എല്ലാം യുഗാന്തത്തിൽ സംഭവിക്കുമെന്നാണ് സക്കറിയ പറഞ്ഞത്. ആ യുഗാന്തത്തിൽ സംഭവിക്കേണ്ട സംഗതി ഇപ്പോൾ യേശു ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 33 മാർച്ച് 29 ഞായറാഴ്ച യേശു ചെയ്യുന്നു. യുഗാന്തത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് സക്കറിയ പറഞ്ഞ സംഗതി AD 33 മാർച്ച് 29 ഞായറാഴ്ച യേശു ചെയ്യുന്നു. എന്താ അതിനർത്ഥം? ആ ഓശാന ഞായറാഴ്ചയിൽ യുഗാന്തം വന്നു കഴിഞ്ഞു എന്ന് തന്നെ സക്കറിയ പ്രവചിച്ച യുഗാന്തം വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ് യുഗാന്തം? നിങ്ങൾ ഇപ്പൊ നമ്മുടെ ക്രിസ്തീയ ചാനലുകളൊക്കെ നോക്കിയാൽ കാണാം, യേശു വരുന്നു, യുഗാന്തം വന്നു കഴിഞ്ഞു. യുഗാന്തം വന്നു കഴിഞ്ഞു എന്ന് തന്നെ ഞാനും പറയണേ. പക്ഷെ അവർ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട്. യുഗാന്തം വന്നു കഴിഞ്ഞത് ദൈവം മനുഷ്യനായപ്പോഴാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് BC 2 ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അപ്പൊ എന്താണ് യുഗാന്തം? എന്താണ് വെളിപാട്? അപ്പക്കാലിപ്സ് എന്നൊക്കെ പറയല്ലോ, അപ്പക്കാലിപ്സ്. എന്താണ് വെളിപാട് അല്ലെങ്കിൽ എന്താണ് യുഗാന്തം? രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എസ്കാത്തോൺ എന്നാണ് യുഗാന്തം എന്നുള്ള വാക്ക്. അതിന് എസ്കാത്തോൺ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഭാവി എന്ന അർത്ഥമുണ്ട്, അവസാനം എന്ന അർത്ഥമുണ്ട്, പെർഫെക്റ്റ് എന്ന അർത്ഥമുണ്ട്, എല്ലാം തികഞ്ഞത്, പൂർണ്ണത എന്ന അർത്ഥമുണ്ട്. അങ്ങനെ എസ്കാത്തോൺ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്.
ഭാവി, അവസാനം എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കുക. അപ്പക്കലിപ്സ് എന്ന് വെച്ചാൽ ഈ സ്വർഗത്തെ മറച്ചിരിക്കുന്ന ആ ശീല ദൈവം എടുത്തു മാറ്റുന്ന ഒന്നാണ്. സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ മറച്ചിരിക്കുന്ന ശീല ദൈവം എടുത്തു മാറ്റുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ 54:1 പറയുന്നുണ്ട്, നീ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, നീ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അതാണ് വെളിപാട്. ആകാശം പിളർന്ന് സ്വർഗം തുറന്ന് ദൈവം ഭൂമിയിൽ വന്നു. അതായത് ലോകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കേണ്ട സംഗതി ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഒറ്റ നടുക്ക് ദൈവം ചെയ്തു. ഞാനത് ആവർത്തിക്കുക. ഏറ്റവും അവസാനം അല്ലേ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യത്തിൽ നിൽക്കുന്നവനും അവസാനം നിൽക്കുന്നവനും. ഈ അവസാനം നിൽക്കുന്നവനായ, ഭാവിയിൽ നിൽക്കുന്നവനായ, ഭാവിയുടെ മനുഷ്യൻ, അതായത് ദൈവം മനുഷ്യനായി വരുന്നവൻ, ദൈവം തന്നെ മനുഷ്യനായി വരിക, അതാണ് നമ്മുടെ ഭാവി. ആ ഭാവി ഇപ്പോൾ വർത്തമാനത്തിൽ AD 33 മാർച്ച് 29 ഇതാ കഴുതപ്പുറത്തിരുന്ന് യെരൂശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭാവിയിൽ വരേണ്ട യുഗാന്ത രാജാവ്, ഭാവിയിൽ വെളിപ്പെടേണ്ട ദൈവം ഇപ്പോൾ AD 33 മാർച്ച് 29 ഞായറാഴ്ച ഇത് യെരൂശലേമിലേക്ക് വളരെ ആഘോഷപൂർവ്വം വെളിപ്പെട്ട് വരികയാണ്. മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭാവി ഇതാ വർത്തമാനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഭാവിയെ വർത്തമാനത്തിലേക്ക് തള്ളിക്കയറ്റുന്നതിനെയാണ് വെളിപാട് എന്ന് പറയുന്നതും യുഗാന്തം എന്ന് പറയുന്നതും. അവസാനം നടക്കേണ്ടത് മധ്യത്തിലേക്ക് കൊണ്ടുവരിക, ലോകാവസാനത്തിൽ നടക്കേണ്ടത് ലോക ചരിത്രത്തിന്റെ ഒത്ത നടുവിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്തു. അപ്പോൾ അന്ന് മുതൽ, അതായത് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് യുഗാന്തത്തിന്റെ ആരംഭം. യുഗാന്തം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, ഒരു ദിവസമല്ല, ഒരു നിമിഷമല്ല. യുഗാന്തം എന്ന ഒരു പ്രക്രിയയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഭാവിയിൽ സംഭവിക്കേണ്ടത് ചരിത്രത്തിന്റെ മധ്യത്തിൽ സംഭവിച്ചു. ഭാവിയെ വർത്തമാനത്തിലേക്ക് തള്ളിക്കയറ്റി. നമുക്കത് ഇപ്പോൾ ഭൂതമാണെങ്കിലും അന്നത് വർത്തമാനമായിരുന്നു. അതാണ് യുഗാന്തം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഇപ്പോൾ അവൻ രാജാവായി വളരെയധികം ആളുകളുടെ അകമ്പടിയോടെ ആഘോഷമായി പ്രദക്ഷിണമായി ഈ റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിച്ച് മരച്ചില്ലകളെല്ലാം വെട്ടി വിതറി ഗംഭീരമായി ആർഭാടമായി ആഘോഷമായിട്ട് യുഗാന്തം പ്രഖ്യാപിക്കുകയാണ് യേശുക്രിസ്തു. ദൈവം നമ്മുടെ രാജാവായി ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൻ ഭാവി വർത്തമാനത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഭാവി ദൈവം തന്നെയാണ്. ആ ഭാവി ഇപ്പൊ നമുക്ക് ഭൂതകാലത്തിലാണ് ഈ ഓശാനം സംഭവിച്ചത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിനാണ് ലിറ്റർജി എന്ന് പറയണേ. AD 33 മാർച്ച് 29 യേശു യെരൂശലേമിലേക്ക് ഈ ആരും കയറാത്ത കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ചെന്നപ്പോൾ പോകുന്നത് പോലെ ആ സംഭവത്തിലേക്ക് ഇന്ന് വർത്തമാനത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ന് അതിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പരിശുദ്ധന്റെ കർമ്മം. അതാണ് ലിറ്റർജി. അപ്പൊ നമുക്കത് ഭൂതമായിട്ട് ഇരിക്കുകയാണ്. ഭാവി വർത്തമാനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് ഭൂതമാണ്. പക്ഷെ ഭൂതമല്ല. കാരണം എന്താണ്? അവൻ ദൈവമാണ്. ദൈവം മനുഷ്യനായ ആളാണ്. അവൻ എല്ലാ കാലത്തേക്കും സമകാലികനാണ്. ഇന്നലെയും ഇന്നും നാളെയും കർത്താവ് ഒന്ന് തന്നെ. നമ്മൾ ആ ഇന്നലെയും ഇന്നും നാളെയും ഭാവിയും വർത്തമാനവും ഭൂതവും ഒന്നായിരിക്കുന്ന യേശുവിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കപ്പെടുകയാണ് ഈ തിരുക്കർമ്മം അനുഷ്ഠിക്കുമ്പോൾ. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിന്റെ അടുത്തൊരു സംഗതി സംഭവിക്കുകയാണ്. എന്താണ്? അവന്റെ സമാധാനത്തിന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് സക്കറിയ പറഞ്ഞത്. പട്ടാളവും പടക്കോപ്പും പോലീസും ഇല്ലാതെ ഭരണം ഇത്ര കാര്യക്ഷമമായി നടക്കുന്ന കത്തോലിക്ക സഭയല്ലേ സമുദ്രം മുതൽ സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭൗമിക പതിപ്പ്? പട്ടാളവും പടക്കോപ്പും പോലീസും ഇല്ലാതെ ഭരണം ഇത്ര കാര്യക്ഷമമായി നടക്കുന്ന കത്തോലിക്ക സഭയല്ലേ സമുദ്രം മുതൽ സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ ഏറ്റവും നല്ല പതിപ്പ്? അങ്ങനെ പട്ടാളം പടക്കോപ്പും പോലീസും ഇല്ലാതെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിൽ ഒരു ചെറിയ ഭംഗം വന്നിരിക്കുകയാണ്.
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അവർക്ക് പട്ടാളവും പടക്കോപ്പും പോലീസും വേണ്ടി വരും ചിലപ്പോൾ അവരനുസരിപ്പിക്കാൻ. കാരണം അവർക്ക് ആധ്യാത്മിക അനുസരണം എന്തെന്ന് അറിയാതെ പോയിരിക്കുന്നു. തങ്ങൾ അതും കബളിപ്പിച്ചുണ്ടാക്കിയ ഒരു ആരാധനക്രമം 30 വർഷമായി ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് ഒരു മഹാ അഹന്തയുടെ ഭാഗമായി ഭൂരിപക്ഷ തീരുമാനത്തിൽ തെറ്റായൊരു തീരുമാനം, അനീതിയിലും അസത്യത്തിലും എടുത്തൊരു ഭൂരിപക്ഷ തീരുമാനത്തിൽ മുറുകെ പിടിച്ച് ഈ കർത്താവിൻ്റെ അനുസരണത്തിൻ്റെ ആ മൂല്യം അറിയാതെ പോയിരിക്കുന്നു. അപ്പം നമുക്കൊരു ഒരു അടയാളം കൂടിയാണ്. എന്താണ്? ഈ ദൈവരാജ്യത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് സമുദ്രം മുതൽ സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ പതിപ്പായ സഭയിൽ ഈ രാഷ്ട്രത്തിന് പട്ടാളം പോലീസൊക്കെ വേണം, പീനൽ കോഡ് വേണം. നമുക്കത് അത്ര ആവശ്യമില്ല. വളരെ അപൂർവമായിട്ട് കാനലൊക്കെ ഉണ്ട്, നമുക്ക് വളരെ അപൂർവമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. എറണാകുളത്ത് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ അതൊരു തെളിവാണ് നമുക്ക്. എന്താണ്? കർത്താവിനെ അനുസരിക്കാത്തവർക്കാണ് ഈ ശിക്ഷണങ്ങൾ വേണ്ടി വരിക, ശിക്ഷകളും വേണ്ടി വരിക. അനുസരിക്കുന്നവർക്ക് വേണ്ട. അത് നമുക്കൊരു ഒരു അടയാളമാണ്. അത് എങ്ങനെയാണ് സഭയിൽ ഈ പട്ടാളവും പോലീസും പടക്കോപ്പും ഇന്നില്ലാതെ എങ്ങനെ അനുസരിക്കുന്നതും തെളിവാണ്. അതേസമയം ധിക്കരിക്കുമ്പോൾ സഭ ഒരല്പം വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ പടക്കോപ്പും പട്ടാളവും പോലീസും സൈന്യവും ടാങ്കും ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അടിച്ചമർത്തി കാര്യങ്ങൾ നടത്താനായിട്ട് പ്രയാസമുണ്ട്. എങ്കിലും അതൊരു അടയാളം കൂടിയാണ്. എന്താണ്? അവരുടേത് ഭൗതികമായ കാഴ്ചപ്പാടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടേത്. നമ്മുടേത് അങ്ങനെയല്ല. അപ്പോൾ അവർ കർത്താവിൻ്റെ മനസ്സിനോടോ ഈ ദൈവരാജ്യത്തിന് പതിപ്പായ സഭയോടോ ചേർന്ന് നിൽക്കുന്നവരല്ല. നമ്മളത് തിരിച്ചറിയണം. നമ്മളവരെ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെറ്റാണെന്ന് പറയണമല്ലോ. മൂന്നാമതൊരു കാര്യം, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. ഈ കഴുത എന്ന് പറഞ്ഞാൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആനിമൽ എന്നാ പറയുക. അത്ര വലിയ പ്രസക്തിയില്ലാത്ത ഒരു ആനിമൽ, ഒരു ഇതാണല്ലോ. ആ ആരും കയറിയിട്ടില്ല കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ടാണ് അവൻ വരുന്നത്, ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ഇപ്പം അവൻ എങ്ങനെയാണ് വരുന്നത്? അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരു അപ്പം, ഒരു ഓസ്തി, ആ ഓസ്തിന്മേൽ ഇരുന്നിട്ടാണ് ഇന്ന് കർത്താവ് നമ്മിലേക്ക് വരുന്നത്. അന്ന് ജെറൂസലേം നഗരത്തിലേക്ക് ഈ അത്ര പ്രസക്തിയില്ലാത്ത ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറി വന്നതുപോലെ ഇന്ന് വളരെ അത്ര പ്രസക്തിയില്ലാത്ത തിരുവോസ്തി എന്ന് പറയുന്ന വളരെ ചെറിയൊരു അപ്പമാണല്ലോ, വളരെ ചെറിയൊരപ്പം. ആ ഒരു അപ്പത്തിന്മേൽ ഇരുന്നിട്ടാണ്, വിനയാനന്ദനായി ഇരുന്നിട്ടാണ്, ആ അപ്പത്തിന്മേൽ കയറിയിരുന്നാണ് കർത്താവ് നമ്മിലേക്ക് ഇന്ന് വരുന്നത്. അന്ന് സംഭവിച്ചത് എത്രയോ പ്രസക്തമായിട്ട് ഇന്ന് സംഭവിക്കുന്നു. ഓരോ പള്ളികളിലും ഓരോ വീടുകളിലും സംഭവിക്കുന്നു. നമ്മൾ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ അടുത്തൊരു സംഗതി സംഭവിക്കുക, നമ്മളും അത്ര പ്രസക്തിയുള്ളവരല്ലല്ലോ. നമ്മുടെ മേലിരുന്നിട്ടാണ് അവൻ മറ്റുള്ളവരിലേക്കും പോകുന്നത്. ഇപ്പം നമ്മളാണ് അവൻ്റെ കഴുത. തിരുവോസ്തി എന്ന് പറയുന്ന വളരെ ചെറിയൊരപ്പത്തിന്മേൽ ഇരുന്ന് നമ്മിലേക്ക് വരുന്നവൻ നമ്മുടെ മേലിരുന്ന് മറ്റുള്ളവരിലേക്ക് പോകുന്നു. അപ്പോൾ കുർബാന നമ്മൾ ജീവിക്കുന്ന സക്രാരിയായി കുർബാനയായി മറ്റുള്ളവരിലേക്ക് പോകുന്നു. അന്നത്തെ ഓശാന പ്രദക്ഷിണം ഇന്ന് സംഭവിക്കല്ലേ നമ്മിലൂടെ. ഇപ്പൊ നമ്മുടെ പുറത്തിരുന്നല്ലേ അവൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്കതിന് പ്രസക്തി മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയോ വലിയ സംഗതിയാണ് അന്ന് നമുക്ക് വളരെ ലളിതമായി തോന്നിയെങ്കിലും സംഭവിച്ചത്. രണ്ടാമത്തെ ഒരു തിരുവെഴുത്ത്, ഞാനത് ആദ്യത്തെ തിരുവെഴുത്ത് സക്കറിയയുടെ തിരുവെഴുത്താണ് പറഞ്ഞത്. രണ്ടാമത്തെ തിരുവെഴുത്ത് സക്കറിയയുടെ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ 4-5 വാക്യങ്ങളാണ്. യെറൂസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടെ നിന്ന് നിലയുറപ്പിക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്കൊരു താഴ്വര രൂപപ്പെടും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. നിങ്ങൾ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. ഒലിവ് മല. ഈ 2 തിരുവചനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് മർക്കോസ് എഴുതുകയാണ്. സക്കറിയയുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായവും 14-ാമത്തെ അധ്യായം സമന്വയിപ്പിച്ചുകൊണ്ട് മർക്കോസ് എഴുതുകയാണ്. ഒലിവ് മലയുടെ സമീപത്തെത്തിയപ്പോൾ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെറൂസലേമിലേക്ക് പ്രവേശിച്ചു. ദൈവിക സർവ്വസൈന്യാധിപനായ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യുഗാന്ത യുദ്ധം നയിക്കാൻ വരുന്നു. സാത്താനും തിന്മയ്ക്കുമെതിരെയുള്ള വലിയ യുഗാന്ത യുദ്ധമാണ് കുരിശിൽ നടക്കണേ. അതിന്റെ ആരംഭമാണ് ഓശാന പ്രദക്ഷിണം. ഭൂമിശാസ്ത്രപരമായി അതിർത്തികളില്ലാത്ത രാജ്യത്തിന്റെ, സമുദ്രം മുതൽ സമുദ്രം വരെ നിവർന്നു കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്ഥാപനം കുരിശിൽ നടക്കാനുള്ള
നിമിഷത്തിലേക്കുള്ള മുന്നേറ്റമാണ് ഈ ഓശാന പ്രദക്ഷിണം. അപ്പൊ നമുക്ക് ഈ ഒലിവ് മല ഇല്ലേ, ഒലിവ് മലയിൽ ഇല്ലേ, യേശു ഒലിവ് മലയിൽ എത്തിയപ്പോഴാണല്ലോ ഓശാന പ്രദക്ഷിണത്തിന് തുടക്കം ഇട്ടത്. അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ ഒലിവ് മലയിലെ ബഥാനിയയിലേക്കാണ് ഉത്ഥാനം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന്റെ അന്ന് യേശു ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നത്. യേശു സ്വർഗാരോഹണത്തിന്റെ അന്ന് ഒലിവ് മലയിലെ ബഥാനിയയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒലിവ് മലയുടെ ചരിവിലാണ് ഈ ബഥാനിയ. അവിടെ നിന്നാണ് ഓശാന പ്രദക്ഷിണം തുടങ്ങിയത്. ഓശാന പ്രദക്ഷിണം തുടങ്ങിയ സ്ഥലത്തേക്ക് ശിഷ്യന്മാരെ കൊണ്ടുപോകുകയാണ് ഒലിവ് മലയുടെ ബഥാനിയയില്. യുഗാന്തത്തിൽ അവൻ ഒലിവ് മലയിൽ നിൽക്കുമെന്നാണല്ലോ സക്കറിയ പറഞ്ഞത്. ഒലിവ് മലയിൽ എത്തിയപ്പോഴാണ് യേശു ഓശാന പ്രദക്ഷിണം ആരംഭിച്ചത്. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒലിവ് മലയുടെ ചരിവിലുള്ള ബഥാനിയയിൽ കൊണ്ടുപോകുകയാണ്, ശിഷ്യന്മാരെ കൊണ്ടുപോകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലുണ്ട്. അതുപോലെ തന്നെ നടപടി ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിലുണ്ട്. നടപടി ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്കത് വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ചോദിച്ചു. യേശുവിന്റെ ശിഷ്യന്മാര് ഉത്ഥാനം ചെയ്ത കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഈ കാലത്തിലാണോ? അവൻ അവരോട് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദായിൽ എല്ലായിടത്തും സമരയായാലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇത് പറഞ്ഞതിന് ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവന് മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇതാ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഒലിവ് മലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. യെരൂശലേമിന് കിഴക്കാണ് ഒലിവ് മല. അതിനാൽ യെരൂശലേമിൽ പ്രവേശിക്കുന്ന അതാണ് ദൈവശാസ്ത്രപരമായി പള്ളി. ഒലിവ് മലയിലേക്ക് നോക്കി, കിഴക്കോട്ട് നോക്കി അവന്റെ വരവനെ നോക്കി പാർത്ത് ജീവിക്കുന്നവരാണ്. ഈ കിഴക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ തിരുവുത്ഥാനം, സ്വർഗാരോഹണത്തിന്റെ ദിശയിലേക്ക് നോക്കുക എന്നാണ് അർത്ഥം. എറണാകുളത്ത് പഠിപ്പിക്കുന്ന പോലെ സൂര്യാരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച സൂര്യനെ നോക്കാൻ വേണ്ടി മാറ്റിയതാണ്. കിഴക്കോട്ട് നോക്കുക അതല്ല, ബൈബിളിൽ അർത്ഥം അതല്ല. കർത്താവ് യെരൂശലേമിന് കിഴക്കാണ് ഒലിവ് മല. ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. ആ തിരിച്ചു വരവനെ നോക്കി പാർത്തിരിക്കുകയാണ് സഭ. പക്ഷേ ഇങ്ങനെ ആകാശം നോക്കിയിരുന്നിട്ട് എപ്പോഴാണ് വരും ചോദിക്കാൻ പാടില്ല. കാരണം കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അന്വേഷിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല. അങ്ങനെ അന്വേഷിച്ചാൽ എൻ്റെ പിതാവിന് അത് ഇഷ്ടപ്പെടില്ല. എൻ്റെ പിതാവിൻ്റെ അധികാരത്തിൽ നിങ്ങൾ കൈ കടത്തുന്നത് ദൈവത്തിന്, എൻ്റെ പിതാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് യേശു വരുന്നു, ഇപ്പം വരും, യുഗാന്തമായി. ഈ ദിവസങ്ങൾ എത്രയോ ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഇന്ന ദിവസം വരും, ഇന്ന ദിവസം ലോകാവസാനമാണ്. അങ്ങനെ നോക്കുന്നതും നോക്കിയിരിക്കുന്നതും ശരിയല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ സ്വർഗാരോഹണത്തിനും അവന്റെ 2ാമത്തെ ആഗമനത്തിനും ഇടയിൽ എന്താണ് ചെയ്യേണ്ടത്? 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ലോകത്തിന് അറ്റം വരെയും സാക്ഷികളാകും. ഇതാണ് വേണ്ടത്. 3 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം, നിങ്ങൾ ശക്തി പ്രാപിക്കണം, അറ്റം വരെ സാക്ഷികളായിരിക്കുക. അങ്ങനെ സാക്ഷികളായിരിക്കേ ലോകാവസാനം ആയിക്കോളും. ഇപ്പോഴാണ് ലോകാവസാനം, നാളെയാണ് ലോകാവസാനം എന്നൊന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി ഇരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരു ദൗത്യമാണിത്. എന്താണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് കർത്താവിന് സാക്ഷ്യം വഹിക്കുക. സഭ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ പിതാവ് നിശ്ചയിച്ച സമയവും കാലവും അതൊക്കെ നോക്കിയിരിക്കലല്ല നിങ്ങളുടെ പണി. നിങ്ങൾക്കൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യുക. പിതാവിൻ്റെ പണി പിതാവ് ചെയ്തോളും, എൻ്റെ പണി ഞാൻ ചെയ്തോളാം. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഒലിവ് മലയിൽ നിന്നതിൻ്റെ അർത്ഥവും ഒലിവ് മലയിൽ ഓശാന തുറക്കുന്നതിൻ്റെ അർത്ഥവും മനസ്സിലായോ? ലത്തീൻ സഭയിലും കുർബാന കിഴക്കോട്ട് നോക്കി തന്നെയാണ് വേണ്ടത്. അത് മറിച്ച് സംഭവിച്ചത്
തെറ്റിദ്ധാരണ പുറത്താണെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ലത്തീൻ സഭയിലും നടക്കുന്നുണ്ട്, നടക്കേണ്ടതുണ്ട്. കർത്താവ് സ്വർഗത്തിലേക്ക് പോയ അതുപോലെ തിരിച്ചു വരും. ആ തിരിച്ചുവരവിനെ നോക്കി പാർത്തുകൊണ്ടാണ് ലത്തീൻ സഭയിലാണെങ്കിലും ലിറ്റർജി. അങ്ങനെ ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് ജനത്തിന് അഭിമുഖമായി കുർബാന ചൊല്ലുകയാണെങ്കിൽ വലിയൊരു കുരിശ്, അച്ഛൻ്റെ മുഖം മറയ്ക്കുന്ന തരത്തിൽ കുരിശ് വെക്കണമെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്. അതായത് ജനങ്ങൾ അച്ഛൻ്റെ മുഖം കാണാൻ പാടില്ല, കർത്താവിനെ കാണാൻ പാടുള്ളൂ. സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ തിരിച്ചു വരും. ആ കർത്താവിനെ നോക്കി പാർത്താണ് അച്ഛനാണെങ്കിലും ജനങ്ങളാണെങ്കിലും കുർബാന ചൊല്ലേണ്ടത്. അതുകൊണ്ടാണ് ലത്തീൻ പള്ളിയിലെ അച്ഛൻ്റെ മുമ്പിൽ വലിയൊരു കുരിശ് വെക്കണം. ജനങ്ങളും അച്ഛനും കുരിശിലേക്ക് നോക്കി വേണം കുർബാന അർപ്പിക്കാമെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. അത് എന്ന് വരെ തീർത്തും ദൈവോന്മുഖമായി അത് നടപ്പാക്കുന്ന കാലം വരെ അത് സഭ നടപ്പാക്കും. അതിന് പറ്റിയ മാർപ്പാപ്പന്മാരൊക്കെ വരും. ആ നടപ്പാക്കുന്ന കാലം വരെ ഇങ്ങനെ വെക്കണമെന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്. നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ 2-3 സന്ദേശങ്ങൾ സ്വീകരിക്കാം. ഒന്ന്, കർത്താവ് തിരിച്ചു വരും. കർത്താവ് മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് തിരിച്ചു വരും. കത്തോലിക്ക സഭയുടെ 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ, വിശ്വാസ സ്തംഭങ്ങളിൽ ഒന്നാണ് കർത്താവ് തിരിച്ചു വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്ന് തിരിച്ചു വരുമ്പോഴാണ് രാജ്യം പൂർണ്ണതയിൽ സ്ഥാപിക്കപ്പെടുക. പുതിയ ആകാശം പുതിയ ഭൂമിയും. അതുവരെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണത വരുന്നത് അവൻ്റെ ദിവ്യാഗമനത്തിലാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത വരുന്നത് സംഭവിക്കുന്ന അന്നാണ്. അതുവരെ പൂർണ്ണതയിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. ഈ കാലയളവിനുള്ളിൽ, ഈ പൂർണ്ണതയിലേക്കുള്ള ചുവടുവെപ്പ് നടക്കുന്ന കാലയളവിനുള്ളിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരുന്നാൽ പോരാ, മറിച്ച് ഇപ്പോഴാണോ വരിക, കാലങ്ങളും ഋതുക്കളും, എന്നാണ് ലോകാവസാനം, ഈ വക കാര്യങ്ങൾ നോക്കി മുകളിലോട്ട് നോക്കി ഇരിക്കലല്ല സഭയുടെ പണി. പിന്നെന്താണ്? യെറൂസലേമിലും യഹൂദായിലും സമരിയായിലും ലോകത്തിനറ്റം വരെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, കർത്താവിന് സാക്ഷ്യം വഹിക്കുക. പക്ഷെ കർത്താവിന് അങ്ങനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, ശക്തിയിൽ വചനത്തിൽ നിറയണം. അങ്ങനെ പരിശുദ്ധാത്മാവിലും വചനത്തിലും ശക്തിയിലും നിറയാൻ ശ്രമിക്കണം. ഒരു കാര്യം കൂടി, ഈ ഓശാന പ്രദക്ഷിണത്തിന് എന്തുമാത്രം ആസൂത്രണമാണ്, പ്ലാനിങ് ആണ് കർത്താവ് ചെയ്തത് ഇല്ലേ? 1000 കയറത്തൊരു ഒരു കഴുതക്കുട്ടി വേണം, അത് ഒരാളോട് പറഞ്ഞ് ഏൽപ്പിച്ചു. ആരെങ്കിലൊക്കെ അതിനെ എതിർക്കുകയാണെങ്കിൽ അതിന് പറയാനുള്ള കോഡ് ഭാഷ കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആസൂത്രണം. കർത്താവ് ഈ ഓശാന പ്രദക്ഷിണം നടത്താൻ വളരെ നന്നായിട്ട് ഒരുങ്ങി ആസൂത്രണം ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തു. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്യണം, പദ്ധതികൾ വേണം. നിങ്ങളൊരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക ഉണ്ടോ എന്ന് ഇരുന്ന് ആദ്യമേ ചിന്തിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ആസൂത്രണം വേണം ഓരോ കാര്യത്തിനും. നാളേക്ക് കുറിച്ച് ഉത്കണ്ഠയൊന്നും വേണ്ട, പക്ഷെ നാളത്തെക്കുറിച്ച് ആസൂത്രണം വേണം. ഇത് ഓശാന പ്രദക്ഷിണത്തിന് മാത്രമല്ല, സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും ആസൂത്രണം വേണം. 10 കൊല്ലം കഴിഞ്ഞ്, 15 കൊല്ലം കഴിഞ്ഞ്, 20 കൊല്ലം കഴിഞ്ഞ്, 50 കൊല്ലം കഴിഞ്ഞ്, അങ്ങനെ നമുക്ക് ആസൂത്രണം വേണം, കൃത്യമായിട്ട് ആസൂത്രണം വേണം. ആസൂത്രണം നടപ്പാക്കണം. അതിന് തടസ്സം നിന്നാൽ കർത്താവിനവയെ ആവശ്യമുണ്ടെന്ന് പറയാനുള്ള കോഡ് ഭാഷ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ ഈ ഓശാന, ഇത്തവണത്തെ ഓശാന നമ്മുടെ സഭാ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഭാരത സഭാ ചരിത്രത്തിൽ നിർണായകമായ ചില ആസൂത്രണങ്ങൾക്കുള്ള സമയമായിട്ട് മാറട്ടെ. സവിശേഷമായി ഞാനൊരു കാര്യം മുമ്പ് പറഞ്ഞ ആവർത്തിക്കുകയാണ്. പുറത്ത് 3 ശത്രുക്കളുണ്ട് നമുക്ക്, നമ്മൾ വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രുക്കൾ. 2 മതസമൂഹങ്ങളും ഒരു നിരീശ്വര പ്രസ്ഥാനവും. ഉള്ളിലും ശത്രുക്കളുണ്ട്, ചെറിയ ശത്രുക്കൾ. ഇങ്ങനെയുള്ള ശത്രുക്കളുടെ മുമ്പിൽ അതിനെ മറികടക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, വചനത്തിന്റെ ശക്തിയിൽ ആസൂത്രണങ്ങൾ, പരിശുദ്ധാത്മാവ് ചേർന്നുള്ള ആസൂത്രണങ്ങൾ നടത്തി നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ, അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും. അങ്ങനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കേ അവൻ നമ്മളെ വന്ന് അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ആകട്ടെ.